കാടും മലകളും താഴ്വരകളും താണ്ടി കളിപ്പാട്ടം പോലുള്ള ഒരു കളിപ്പാട്ട ട്രെയിനിലെ യാത്ര. അതാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെൽക്കം ബാക്ക് ടു ലൈഫ് വിത്ത് ആഷു. അപ്പം ഞാൻ സിന്ധു. സത്യം പറഞ്ഞാൽ ഞാൻ ഇനി ഈ ഊട്ടി സ്റ്റോറീസൊക്കെ ഇടണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു കുറച്ച് ദിവസമായിട്ട്. അതുകൊണ്ടാണ് എൻ്റെ ബാലൻസ് ഇട്ട് വെച്ചിരുന്നതിൻ്റെ ബാലൻസ് ഞാൻ ഇടാൻ വരാതിരുന്നത്. വ്യൂസ് കുറവാണ്, കാണാൻ ആളുകളില്ല, പിന്നെ എന്തിനാ ഞാൻ ഇത്രയും സമയം മെനക്കെടുത്തി കഷ്ടപ്പെടുന്നത് എന്നൊരു ഫീൽ എനിക്കുണ്ടായി. അപ്പം ഞാനത് കൊണ്ടിങ്ങനെ പതിയെ വെറുതെ എൻ്റെ സമയം കളഞ്ഞ് അധികം ഇതാവേണ്ട, ആളുകൾക്ക് താല്പര്യമില്ലെങ്കിൽ വിട്ടേക്കാന്നൊക്കെ ചിന്തിച്ചെങ്കിലും പിന്നീട് ഞാൻ വീണ്ടും ഇതും പൊക്കി പിടിച്ചുകൊണ്ട് വരാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെപ്പോലെയുള്ള അധികം ഈ വക കാര്യങ്ങളെപ്പറ്റി അറിയില്ലാത്തവർ, അവർക്ക് പോകണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഊട്ടി യാത്ര പ്ലാൻ ചെയ്യുമ്പോൾ അവർക്ക് അവിടുത്തെ കാര്യങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ആശ്രയിക്കുന്ന ഒരു മീഡിയമാണ് യൂട്യൂബ്. അപ്പോൾ അതിൽ നിന്ന് എൻ്റെ ഒരു വീഡിയോയിൽ നിന്ന് അവർക്ക് അറിയാനുള്ള എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും പൊക്കി പിടിച്ചു കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ കൊടൈക്കനാൽ കഴിഞ്ഞു, ഊട്ടിയിലെത്തി. ഊട്ടിയിൽ അന്ന് നൈറ്റ് സ്റ്റേ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ വിവരങ്ങൾ ഞാൻ മോർണിംഗിലെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ധനപാൽ നമ്മളെ കറക്റ്റ് സമയത്ത് കൊണ്ടുവന്ന് കൂണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിച്ചു. നമ്മുടെ ട്രെയിൻ ഓൺ ടൈമിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു. ട്രെയിനിൻ്റെ മുമ്പിൽ നിന്ന് തന്നെയുള്ള ഒരു പാർട്ടാണ് നമുക്ക് കിട്ടിയത്. നമ്മളിരിക്കുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ 3 പേരും മാത്രമേ ഉള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. അതെനിക്ക് തോന്നുന്നത് നമ്മൾ ഈ ഒരു 12:30 ടൈമിലുള്ളത് എടുത്തത് കൊണ്ടാണ്. അതായത് നൂൺ ടൈം ആയതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ ഉണ്ടല്ലോ, കാഴ്ചകൾ അത്ര സുഖമല്ലെന്ന് കരുതിയത് കൊണ്ടാവാം ആളുകൾ അധികം എടുക്കാത്തത്. പക്ഷെ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫ്രീ ആയിട്ട് നല്ല പ്രൈവസിയോടുകൂടി നല്ല കംഫർട്ടബിളായിട്ട് നമുക്കിരുന്ന് പോകാൻ പറ്റി. ഒരുപാട് ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അറിയില്ലാത്തവരാകുമ്പോൾ നമ്മൾ കുറച്ചൊരു എന്താ പറയുക, നമുക്ക് നമ്മുടെ സ്വാഭാവികമായ രീതിയിൽ നമുക്ക് നോർമലായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റാതെ നമ്മളൊന്ന് ബലം പിടിക്കണമല്ലോ. അപ്പോൾ ആ ഒരു ബലം പിടുത്തമൊന്നുമില്ലാതെ വളരെ ഫ്രീ ആയിട്ട് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നത് പോലെ വളരെ എൻജോയ് ചെയ്ത് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തു. വളരെ നല്ല രസമായിരുന്നു. കാണിച്ച് വന്നപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ലാ മോണ്ടാനയാണ് കേട്ടോ ആ കാണുന്നത്, താഴ്വാരത്തിൽ. അപ്പോൾ അവിടം വരെ എത്തിയില്ലേ? ഓക്കെ. എന്തായാലും ഞങ്ങൾ നല്ല രസമുള്ള യാത്രയായിരുന്നു. കളിപ്പാട്ടം പോലുള്ള ഈ കളിപ്പാട്ട ട്രെയിൻ എനിക്ക് യാത്ര ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് കാഴ്ചകൾ, താഴ്വാരങ്ങൾ, പൈൻ തോട്ടങ്ങൾ, പിന്നെ മലനിരകൾ, കാടുകൾ, ഇതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നല്ല കംഫർട്ടബിളായിട്ടുള്ള ഒരു ട്രാവൽ. അതിനിടയിൽ ചില സ്റ്റേഷനുകളിൽ നിർത്തുന്നുണ്ട്, ആളുകൾ ഇറങ്ങി വേറെ ട്രെയിനിൽ കയറുന്നുണ്ട്, വേറെ ട്രെയിൻ നമ്മളെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. വീണ്ടും ലാ മൊണ്ടാന. നമുക്ക് അവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ റൂമിൽ നിന്നപ്പോഴും കണ്ടിരുന്നു കേട്ടോ ട്രെയിൻ പോണത്. അപ്പോൾ 2 സ്പോട്ടിൽ നിന്നും നമുക്ക് നമ്മൾ താമസിക്കുന്ന റിസോർട്ട് കാണാൻ പറ്റി. നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ കൂണൂർ താഴ്വാരാണ് ഈ കാണുന്നതെല്ലാം. നമ്മൾ ഹോട്ടലിൽ നിന്ന്, നമ്മുടെ റിസോർട്ടിൽ നിന്ന് കാണുന്ന അതേ ഏരിയ തന്നെ നമുക്ക് ട്രെയിനിലും നമ്മൾ കണ്ടു. കണ്ടില്ലേ? അതാണ് നമ്മുടെ മെയിൻ പാർട്ട്, അതായത് ഫ്രണ്ട് പോർഷനിൽ നിന്ന് ഒരു ചെറിയൊരു ക്യാബിൻ കഴിഞ്ഞാൽ അടുത്ത ക്യാബിൻ നമ്മുടെയാണ്. ആ ക്യാബിനിലാണ് നമ്മളിരിക്കുന്നത്. നമ്മുടെ ലാസ്റ്റ് എത്തുന്ന ജംഗ്ഷന് തൊട്ട് മുമ്പുള്ള സ്റ്റോപ്പാണിത്. ഇത് കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഇറങ്ങാനുള്ള സ്റ്റോപ്പാണ് കേട്ടോ. അവിടം വരെയാണ് ഈ ട്രെയിൻ ഉള്ളൂ. അവിടുന്ന് ഈ ഒരു 1 അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലാണ് ഈ ട്രെയിനിൽ നടക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ല മനോഹരമായ യാത്രയായിരുന്നു. ഇതാണ് ഊട്ടി ലേക്ക് കേട്ടോ. ഊട്ടി ലേക്കിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളതിന് പോയില്ല. കൊടൈക്കനാലിൽ ഓൾറെഡി ബോട്ടിംഗ് ചെയ്തല്ലോ, ഏകദേശം ഇതെല്ലാം ഒന്ന് തന്നെയല്ലേ എന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.